ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു റവ ദോശയുടെ റെസിപ്പിയാണ്. പെട്ടെന്നായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റവ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത നല്ല കട്ട തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം മൊത്തത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതൊരു 15 സെക്കൻഡ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ദോശ കുക്ക് ചെയ്യാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കാം. എന്നിട്ട് നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ നമുക്ക് ഈ ദോശയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദോശയുടെ ഈ സൈഡൊക്കെ ബ്രൗൺ കളറിലേക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ റവ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ദോശയെല്ലാം കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ദോശ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് ഈ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇത് കുറച്ച് നേരം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ റവ ദോശ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത മെഷർമെൻറ്റ് വെച്ചിട്ട് മൊത്തം ഒരു 8 ദോശ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണയായി ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കുന്ന എന്ത് കറികൾ വേണേലും നമുക്ക് ഈ റവ ദോശയുടെ കൂടെയും സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.